നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. 2023 ലയണൽ മെസ്സി FC ബാഴ്സലോണയിലേക്ക് തിരികെ എത്തുന്നതിൻ്റെ തൊട്ടരികിലായിരുന്നു. മെസ്സി റെഡിയായിരുന്നു. ലാലീഗക്ക് ആ വിഷയത്തിൽ ഫൈനാൻഷ്യൽ ഫെയർ പ്ലേയുടെ ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല, എല്ലാം സെറ്റായിരുന്നു. പക്ഷേ ആ തിരിച്ചുവരവ് തടഞ്ഞത് മറ്റാരുമല്ല, ബാഴ്സലോണയുടെ പ്രസിഡന്റ് ജോൻ ലാപ്പോർട്ട തന്നെയാണ് എന്ന് തുറന്നു പറഞ്ഞു ചാവി ഹെർണാണ്ടസ്. വലിയ ഗോളിളക്കം സൃഷ്ടിച്ചിട്ടുള്ള ഒരു പ്രസ്താവനയാണ് നടന്നിരിക്കുന്നത്. ലോകമാധ്യമങ്ങളൊക്കെ അതെടുത്ത് പറയുന്നു. ബാഴ്സ ആരാധകർക്കിടയിൽ വലിയ രൂപത്തിൽ അത് മുറുമുറുപ്പുണ്ടാക്കുന്നു. ഇനി ചാവി ഈ പറഞ്ഞത് ശരിയാണ് എന്ന് ലയണൽ മെസ്സിയുടെ ക്യാമ്പ് കൺഫേം ചെയ്തിരിക്കുന്നു. മെസ്സിയുടെ അടുത്ത വൃത്തങ്ങൾ കൺഫേം ചെയ്തിരിക്കുന്നു എന്നുകൂടി ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഉള്ളത് തന്നെയാണ്. ഇനിയും കുറേ വിവരങ്ങൾ കൂടി പുറത്തു വരാനുണ്ട്. സത്യം ഓരോന്നോരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണിപ്പോൾ മെസ്സിയുടെ ക്യാമ്പ് പറഞ്ഞതായിട്ട് സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. നമ്മളത് നോക്കിയാണ്. ലിയോ മെസ്സിസ് ക്യാമ്പ് കൺഫേംസ് ദാറ്റ് എവറിത്തിങ് ചാവി സെഡ് അബൌട്ട് മെസ്സിസ് റിട്ടേൺ വാസ് ട്രൂ. മെസ്സിയുടെ തിരിച്ചുവരവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചാവി ഹെർണാണ്ടസ് പറഞ്ഞതൊക്കെ 100% സത്യമാണ്, ശരിയാണ്, കൺഫേം ചെയ്യുന്നു മെസ്സിയുടെ ക്യാമ്പ്. പിന്നെ പറയുകയാണ്, ദി ട്രൂത്ത് ഈസ് കമ്മിങ് ഔട്ട് ലിറ്റിൽ ബൈ ലിറ്റിൽ ആൻഡ് ദർ ഇസ് സ്റ്റിൽ മോർ ടു ബി റിവീൽഡ്. സത്യങ്ങൾ ഓരോന്നോരോന്നായി പതിയെ പതിയെ പുറത്തേക്ക് വരികയാണ്. കൂടുതൽ കാര്യങ്ങൾ ഇനിയും വെളിപ്പെടുത്താനുണ്ട്. ലയണൽ മെസ്സി ഓൾറെഡി ഇങ്ങനൊരു ഇൻ്റർവ്യൂ ചാവി ഹെർണാണ്ടസ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കാര്യത്തിൽ അവെയറായിരുന്നു. മെസ്സിക്ക് അറിയാമായിരുന്നു ചാവി ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത്. അദ്ദേഹം ചാവിയുടെ ഈ ഒരു വേർഷൻ വാലിഡേറ്റ് ചെയ്യുന്നു. ജോൻ ലാപ്പോർട്ടയുടെ കാര്യത്തിൽ ഈ സംഭവിച്ചതൊക്കെ സത്യമാണെന്ന് തന്നെയാണ് മെസ്സിയുടെ നിലപാട് എന്നാണ് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. 2023 ചാവി ഹെർണാണ്ടസ് FC ബാഴ്സലോണയുടെ കോച്ചായി നിൽക്കുമ്പോൾ ലയണൽ മെസ്സി മടങ്ങിയെത്തിയിട്ട് അവിടെ ഒരു മാസ്മരിക പ്രകടനം നടത്തുന്നത്. മെസ്സി PSG വിടുകയാണ് എന്ന് ഉറപ്പായപ്പോൾ എല്ലാവരും ആഗ്രഹിച്ചതും കൊതിച്ചതും അദ്ദേഹം തിരികെ ബാഴ്സലോണയിലേക്ക് എത്താനാണ്. പക്ഷെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് മെസ്സിയുടെ പ്രഖ്യാപനം വന്നത്, താൻ ഇന്റർ മയാമിയിലേക്ക് പോവുകയാണ് എന്ന്. അന്ന് ജോൻ ലാപ്പോർട്ടയൊക്കെ പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞത് മെസ്സിയുടെ താല്പര്യം തിരികെ വരാനായിരുന്നില്ല, അദ്ദേഹം മറ്റ് ഇടം തേടിപ്പോയതാണ് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല സത്യം. ഇത് നടപ്പാവരുത്, ഈ ഒരു മെസ്സിയുടെ മടങ്ങി വരവ് നടക്കരുത് എന്ന് തീരുമാനിച്ചത് ജോൻ ലാപ്പോർട്ടയാണ്. മെസ്സി ബാഴ്സലോണയിലേക്ക് തിരികെ എത്താതിരിക്കാൻ ഒരേ ഒരു കാരണം ജോൻ ലാപ്പോർട്ടയാണ് എന്ന് ചാവി ഹെർണാണ്ടസ് പറയുന്നു. മെസ്സിയുടെ ക്യാമ്പ് അത് സ്ഥിരീകരിച്ചെന്ന് ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ കൺഫേം ചെയ്യുന്നു. ഇനി എന്തെന്ന ചോദ്യമുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.